സ്ട്രോബെറി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇന്ന് ഈ കേക്ക് ഇവിടെ മുട്ട ചേർത്താണ് തയ്യാറാക്കുന്നത്. എഗ്ലെസ് ബനാന കേക്കിൻ്റെ റെസിപ്പി നമ്മൾ നേരത്തെ ഷെയർ ചെയ്തിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി, എല്ലാവർക്കും തന്നെ ഇഷ്ടമായി എന്ന് അറിയിച്ചിരുന്നു. പലരും ഫോട്ടോസും ഷെയർ ചെയ്തിരുന്നു. പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു കേക്ക് തയ്യാറാക്കിയാൽ തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ കേക്ക് ടിൻ റെഡിയാക്കാം. ഈ ഒരു 8 ഇഞ്ചിൻ്റെ റൗണ്ട് കേക്ക് ടിന്നാണ് യൂസ് ചെയ്യുന്നത്. 1 കിലോ തൂക്കം വരുന്നൊരു കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ മതിയാവും. ഇതിൻ്റെ അടിഭാഗത്തും വശങ്ങളിലും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടിഭാഗത്ത് മാത്രമേ ഞാൻ ബട്ടർ പേപ്പർ ഇടുന്നുള്ളൂ. സൈഡ് ഭാഗത്ത് ഇടേണ്ടവർക്കിടാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വയ്ക്കാം. 1.5 കപ്പ് മൈദ, വെയിറ്റ് 187 ഗ്രാംസ്. മൈദയ്ക്ക് പകരം ഗോതമ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പറ്റുമെങ്കിൽ 1-2 പ്രാവശ്യം അരിച്ചു വെച്ചാൽ നല്ലതാണ്. ഈ ഒരു കേക്കിലേക്ക് ഈ ഒരു 3 പഴമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള റോബസ്റ്റ പഴമാണ്. പഴത്തിൻ്റെയൊക്കെ തൊലി കളഞ്ഞ് ഒരു ബൗളിലേക്ക് മാറ്റാം. അത്യാവശ്യം വലിയ സൈസിലുള്ള പഴമാണ്. അപ്പോൾ ഒരു പഴം 125 ഗ്രാംസ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ 3 പഴം കൂടി ചേർത്താൽ തൊലി കളഞ്ഞതിന് ശേഷം 375 ഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് പഴം എടുക്കുമ്പോൾ കറക്റ്റ് ഈ ഒരു അളവ് തന്നെ വേണമെന്നില്ല. അല്പം കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. കേക്ക് നന്നായിട്ട് തന്നെ ഇരിക്കും. പിന്നെ പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കണം. അതാണ് കേക്കിന് കൂടുതൽ ടേസ്റ്റ്. ഏത് തരം പഴം വേണമെങ്കിലും കേക്കിലേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പഴത്തിൻ്റെ ടേസ്റ്റ് മാറുന്നതനുസരിച്ച് കേക്കിൻ്റെയും ടേസ്റ്റ് മാറും, ചെറുതായിട്ട് ടെക്സ്ചർ മാറും, അത്രയേ ഉള്ളൂ. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഇത് വല്ലാണ്ട് ഉടഞ്ഞ് വെള്ളം പോലെയായിപ്പോൾ. അപ്പോൾ നമുക്ക് അതുപോലെ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലല്ല വേണ്ടത്. ഇതുപോലെ ഫോർക്ക് കൊണ്ട് ചെയ്ത് ചെറിയൊരു കുഴഞ്ഞ പരുവത്തിലാണ് ഈ ഒരു കേക്കിലേക്ക് വേണ്ടത്. നമ്മൾ എഗ്ലെസ് കേക്ക് ചെയ്തതിൽ മിക്സിയിലിട്ട് അടിച്ച് ലിക്വിഡാക്കി എടുക്കുകയാണ് ചെയ്തത്. ഈ ഒരു കേക്കിൽ അങ്ങനെയല്ല ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉടയ്ക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഉടച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ചെറിയ കഷ്ണങ്ങളായിട്ട് കിടന്നാലും കുഴപ്പമില്ല. ഈ സമയത്ത് അവനിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായി വയ്ക്കണം. അവനിൽ മാത്രമല്ല, സോസ് പാനിലും കുക്കറിലൊക്കെ ഇത് തയ്യാറാക്കാം. ഞാനിന്നിവിടെ അവനിൽ മാത്രമേ തയ്യാറാക്കി കാണിക്കുന്നുള്ളൂ. അപ്പോൾ മറ്റു രീതിയിൽ ചെയ്യുന്നത് പരിചയമില്ലെന്നുണ്ടെങ്കിൽ നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ള കേക്കിൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയിട്ട് ആ രീതിയിൽ ഈ കേക്ക് തയ്യാറാക്കുക. അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് 1 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ എടുത്തിട്ടുണ്ട്. വെയിറ്റ് 200 ഗ്രാംസ്. ഇതിലേക്ക് 3 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു ഗ്രാമ്പും പട്ടയും ചേർക്കണമെന്ന് നിർബന്ധമില്ല. ചേർത്താൽ കേക്കിന് പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർക്കുക, അല്ലാത്തവർക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കുക. നമുക്ക് കേക്ക് ബാറ്റർ തയ്യാറാക്കി തുടങ്ങാം. ആദ്യം തന്നെ വലിയ സൈസിലുള്ള 2 മുട്ട, ബ്രോയിലർ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാര ചേർക്കാം. അപ്പോൾ അത് മുഴുവൻ ഒന്നാകെ ചേർക്കുവാണ്. ഇനി ഇതൊരു വിസ്കോ ഫോർക്കോ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബാറ്റർ തയ്യാറാക്കാൻ ബീറ്റർ യൂസ് ചെയ്യേണ്ടവർക്ക് ഉപയോഗിക്കാം. ബീറ്റർ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഈ ഒരു ബാറ്റർ ഒത്തിരി അങ്ങ് അടിച്ച് പതപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. മുട്ടയും പഞ്ചസാര പൊടിച്ചതും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാര പൂർണ്ണമായിട്ടും അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചേർക്കാം. 1/2 കപ്പ് റൂം ടെമ്പറേച്ചറുള്ള പാല്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്. വാനില എസൻസും ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് ഓയിൽ ചേർക്കാം. 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ തന്നെ വേണമെന്നില്ല, ഏത് ടൈപ്പ് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഓയിലിന് പകരം ബട്ടർ ചേർക്കണമെങ്കിൽ ബട്ടർ ഉരുക്കിയതിന് ശേഷം 1/2 കപ്പ് ചേർക്കുക. ഇതായപ്പോൾ ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം.
അപ്പോൾ അതൊന്നാകെ ചേർക്കാതെ ഒരു അരിപ്പയിലൂടെ കുറേശ്ശെയായിട്ട് അരിച്ച് ചേർക്കാം. ഓരോ പ്രാവശ്യവും ചേർക്കുന്നത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തുടർന്ന് വീണ്ടും ചേർക്കാം. ഞാനൊരു 3 പ്രാവശ്യമായിട്ടാണ് അരിച്ച് ചേർക്കുന്നത്. ഇതിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരുന്ന പഴം ചേർക്കാം. ഇനി ഇതും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അത്യാവശ്യം നല്ല ഈവനായിട്ട് മിക്സ് ആയാൽ പിന്നെ ഇതിലേക്ക് കുറച്ച് കാഷ്യൂസ് ചേർക്കാം. 30 ഗ്രാം കാഷ്യൂസാണ് ഞാൻ ചേർക്കുന്നത്. ചെറുതായിട്ട് മുറിച്ചിട്ടാണ് ചേർക്കുന്നത്. കാഷ്യൂസ് കൂടാതെ ആൽമണ്ട്സ്, റൈസിൻസ്, വാൾനട്ട്സ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേക്ക് ബാറ്റർ റെഡി ആയിട്ടിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് കേക്ക് ബാറ്റർ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടാൽ അടിഞ്ഞു പോകത്തില്ല, ഇടയ്ക്കൂടെ നല്ല ഈവനായിട്ട് തന്നെ കിടക്കും. ഇനി നമുക്കിത് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനിലേക്ക് മാറ്റാം. നമ്മളെടുക്കുന്ന പഴത്തിൻ്റെ അളവും പഴുപ്പൊക്കെ അനുസരിച്ച് ഈ കൺസിസ്റ്റൻസിയിൽ ചിലപ്പം കുറച്ചൊന്നും വ്യത്യാസം വന്നേക്കാം. എങ്കിലും കുഴപ്പമൊന്നുമില്ല, കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ബേക്ക് ചെയ്യാനായി വയ്ക്കാം. 50 തൊട്ട് 55 മിനിറ്റ് വരെ എടുക്കും ഈ ഒരു കേക്ക് ബേക്കായി കിട്ടാൻ. എനിക്കിവിടെ 50 മിനിറ്റിൽ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു സ്ക്യൂർ കൊണ്ട് സെൻട്രൽ കൊത്തി നോക്കി അത് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പാകത്തിന് വേവായെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് ക്ലീൻ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു 5-10 മിനിറ്റ് കൂടെ ബേക്ക് ചെയ്യാം. കുറച്ചൊന്ന് ചൂട് മാറിയാൽ പിന്നെ പാനിൽ നിന്നും മാറ്റി റാക്കിൽ തണുക്കാനായിട്ട് വയ്ക്കുക. സൈഡിൽ നമ്മൾ ബട്ടർ പേപ്പർ ഇട്ടിരുന്നില്ല, അതുകൊണ്ട് കേക്ക് ടിന്നിലോട്ട് സ്വല്പം ഒട്ടിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു കത്തിയോ സ്പാറ്റിലോ എന്തെങ്കിലും കൊണ്ട് സൈഡൊന്ന് വിടിവിച്ച് കൊടുക്കുക. പൂർണ്ണമായിട്ട് തണുത്താൽ പിന്നെ കേക്കിൻ്റെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മുറിച്ച് നോക്കാം. പഴം കഴിക്കാൻ ഇഷ്ടമില്ലെന്ന് വിചാരിച്ച് ബനാന കേക്ക് കൊള്ളില്ലെന്ന് ആരും വിചാരിക്കരുത്. ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. ഇതാ നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിൽ നല്ല അടിപൊളി രുചിയിൽ ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും എന്തെങ്കിലും സംശയങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.